നായനാർ ഫോണിൻ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അതായത് ദുബായിലെ മറ്റേ താബൂക്ക് ചുമക്കുന്ന ഒരുത്തൻ പറഞ്ഞു, സാറേ ഞങ്ങൾ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പോയപ്പോൾ അതൊക്കെ തല്ലി തകർക്കാൻ പാർട്ടി പറഞ്ഞ പ്രകാരം തല്ലി തകർത്തതാണ്. ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർ മാന്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ തലയിൽ ചുമടെടുക്കുന്ന പണിയാണ് ഗൾഫിലെന്ന് പറഞ്ഞപ്പോൾ നായനാർ പറഞ്ഞോടോ നമുക്ക് ബോധവും ബുദ്ധി ഉദിക്കാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ നാളെ ഇവർക്ക് ബോധവും ബുദ്ധിയും വന്നിട്ട് ഇവർ തീർച്ചയായിട്ടും പറയും ഈ ഗവർണറെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞത്, ഈ ഗവർണറെ യൂണിവേഴ്സിറ്റിയുടെ അധിപനായ ഗവർണറെ അവിടെ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നുവെന്ന്. ഹിമാലയൻ മണ്ടത്തരമെന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാത്തതിന് പിന്നീട് പരിതപിച്ചവരാണിവർ. അതായത് ചെയ്തു പോയതെല്ലാം അബദ്ധം, ചെയ്യുന്നതും അബദ്ധം, ചെയ്യാനിരിക്കുന്നതും അബദ്ധം. അപ്പോൾ അത്തരത്തിൽ ഈ അബദ്ധങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ബൾബ് കത്തണമെങ്കിൽ ഒരു 7 വർഷക്കാലം ഇവരോട് ഒത്തു പ്രവർത്തിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇവർക്ക് കുറച്ച് സമയം വേണം. മറ്റുള്ളവരെമായി പെട്ടെന്ന് ആംബിയർ എടുക്കുന്ന ഒരു വിഭാഗമല്ല ഇവർ. ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന കാരണം അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് പവിത്രമായ മണ്ണാണ് പിണറായി വിജയൻ കാലുകുത്തിയ സ്ഥലം എന്ന് പറഞ്ഞ വാസവൻ ഏറ്റവും പുതുതായിട്ട് പറഞ്ഞൊരു വാർത്ത മൊബൈലിൽ ഇപ്പോൾ കണ്ടു. അതായത് ദൈവം തന്ന വരദാനമാണ് ഈ പിണറായി വിജയൻ എന്ന്. ദൈവം തന്ന വരദാനം. ദൈവം എന്ന് പറയുന്നത് സാങ്കല്പികമാണ് എന്ന് പാർട്ടി ക്ലാസ്സുകളിൽ കേട്ടു വളർന്ന എനിക്ക് ഇപ്പൊ ഈ വാസവന്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബൽദേവ് സച്ചിദാനന്ദ് എൻ്റെ 7 വർഷം പാഴാക്കി കളഞ്ഞതിന് ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുകയാണ്. അതായത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ച വ്യക്തി പറയുന്നത് എന്താണെന്നറിയോ? നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ വാഹനം വിട്ടുകൊടുത്ത വ്യക്തി ആലപ്പുഴയിലെ പറയുന്നത് 4 നേരം നിസ്കരിക്കുന്നവനാണ് ഞാൻ, വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇപ്പോഴത്തെ കൊച്ചി മേയർ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ബ്രഹ്മപുരം മാലിന്യ ക്ഷമിക്കണം 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ശ്രീ അനിൽ ഇപ്പോഴത്തെ കൊച്ചിൻ മേയർ ബ്രഹ്മപുരത്ത്, അതായത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അഴിമതിയുമായി തനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞതിന്റെ ഒരു വാക്ക് താങ്കൾ കേൾക്കണം. അതായത് ഞാൻ എൻ്റെ വീട്ടിലുള്ള അമ്മയെയും എൻ്റെ മക്കളെയും പിടിച്ച് സത്യം ചെയ്യാം, എനിക്ക് ഇതിലെ യാതൊരു ഈ അഴിമതിയിൽ പങ്കുമില്ലെന്ന്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയല്ലേ ശ്രീ ബലദേവ് സച്ചിദാനന്ദ്? ഒരു വ്യക്തി ചവിട്ടിയ മണ്ണ് പവിത്രമായി സൂക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ദൈവം തന്ന വരദാനമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു. ശരി, അതൊക്കെ പോട്ടെ. ശ്രീ താങ്കൾ പ്രോട്ടോകോളിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബ്ലൂ ബുക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ഒരു അതെ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ എന്തുകൊണ്ടും പിണറായി വിജയനേക്കാൾ സൂക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ആപത്തുകളും ഇദ്ദേഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ ഇത്തരത്തിലുള്ള ഭീഷണികളുമുള്ളൊരു വ്യക്തിയാണ്. അവരെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് താങ്കൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ പോകുന്ന ഒരു ഡിസയർ കാറിലാണ്. അവർ പോകുന്നത്. അവർക്ക് മുന്നിലുമില്ല വാഹനം, പിന്നിലുമില്ല വാഹനം. ഞാനൊക്കെ അത് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു ഡിസയർ കാറിന്റെ മുൻപിലും പിന്നിലും ഓരോ പോലീസ് വാഹനത്തോടു കൂടി ഈ 2.5 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ 63-കാരനെ മരിക്കാനാകണമേ എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണാധിപരിൽ മുഖ്യനായ ഒരു വ്യക്തിക്ക് യാതൊരുവിധ സുരക്ഷയും കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ പറ്റിയിട്ട് സർക്കാർ ഒരു പുനരാലോചന നടത്തണമെന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.